എൻ നന്ദകുമാർ, RSSന്റെ സഹയാത്രികൻ, അദ്ദേഹം നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ നന്ദകുമാർ, RSS നേതൃത്വത്തിൽ തന്നെ മറ്റ് ഇതര വിഭാഗങ്ങളുമായി, പ്രത്യേകിച്ച് ഉദാഹരണമായി കുറിച്ചാൽ നമുക്കറിയാം കേരളത്തിൽ BJPക്ക് ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കുക എന്നത് ഒരു ദീർഘകാല പദ്ധതിയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും കേരളത്തിൽ BJP നേതൃത്വത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അദ്ദേഹം എടുത്ത ഈ ക്രൈസ്തവ നയതന്ത്ര പ്രവർത്തനങ്ങൾ അത് വിമർശന വിധേയമായി പാർട്ടിക്കകത്ത് പോലും. പക്ഷേ അതിന് RSSന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നതാണ് അല്പസമയം മുമ്പ് ജെ നന്ദകുമാർ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് RSSന്റെ ഒരു പൂർണ്ണ പിന്തുണയിൽ തന്നെയാണോ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ സംഘപരിവാറിൽ എല്ലാവരും ഒരേ നയം തന്നെ സ്വീകരിക്കണം നിർബന്ധമില്ല. അങ്ങനെ അതിനൊക്കെ RSS എന്നുള്ള പേരിട്ടാ പോരെ. മറിച്ച് BJP രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് പ്രയോജനകരമായിരിക്കുന്ന പരിപാടികളും പദ്ധതികളും നടപ്പിലെടുത്താൻ അവകാശം അവർക്കുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പൊ ഒരു ഛത്തീസ്ഗഡിലടക്കം അവർ ഇടപെട്ടത്. എങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ BJP സംബന്ധിച്ചോ സംഘപരിവാറിനെ സംബന്ധിച്ചോ ഇത്തരത്തിലെ ക്രൈസ്തവ സഭകൾ നടത്തുന്ന മതപരിവർത്തനത്തിന് അവരെതിരാണ്. അത് നിയമപരമായിട്ടുള്ള പ്രശ്നം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ന്യായമായിട്ടുള്ള സമയത്ത് കിട്ടേണ്ടതായിട്ടുള്ള ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ BJP ഇടപെട്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് അത് ന്യായം തന്നെയാണ്. കാര്യം ഇത് രണ്ടും ചെയ്യാനുള്ള രണ്ടുപേർക്കും അധികാരവും അവകാശവും രണ്ടുപേരെ സംബന്ധിച്ചുകൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘപരിവാറിന്റെ പ്രവർത്തനം അതിന്റെ ഭാഗമാണ്. പക്ഷേ എന്തുകൊണ്ട് പറഞ്ഞോളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇതര മതവിഭാഗം, പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം വിഭാഗം, ന്യൂനപക്ഷ വിഭാഗം തന്നെയാണ് കേരളത്തിലെ മുസ്ലിം വിഭാഗം, അവരോട് ഈ ഒരു അടുപ്പം ഉണ്ടാവാതെ പോകുന്നത്? അതിന് ചില ചരിത്ര കാരണങ്ങളുണ്ടോ? അല്ല, അതിന് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളില്ല. ഇപ്പൊ ഇത്തരം കാര്യങ്ങളുടെ ചരിത്രം ചെകഞ്ഞ് ശത്രുക്കളെ സമ്പാദിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എതിരാളികളെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സംഘത്തിന്റെ നിലപാട്. ഏകദേശം ഒരു 10-20 വർഷത്തിന് മുമ്പായിട്ട് കേരളത്തിലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ആളുകളും ക്രൈസ്തവ സമുദായത്തിന്റെ ആളുകളും ഇവരൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇടക്കാലത്ത് മുസ്ലിം സമുദായത്തിൽ ചില ആളുകളുമായിട്ടുള്ള ചർച്ച വഴിമുട്ടിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ചില മുസ്ലിം രാഷ്ട്രീയ താല്പര്യമുള്ള ചില ആളുകൾ മാത്രമാണ്. അല്ലെങ്കിൽ RSSന്റെ സമീപനം മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ജനവിഭാഗവുമായിട്ടും അതിന്റെ മതമേധാവികളുമായിട്ടും ഒക്കെ തന്നെ ഒരു നല്ല ബന്ധം വേണമെന്നുള്ളതാണ്. ആ നിലയ്ക്ക് ചർച്ചകൾ തുടങ്ങി ചെയ്തിരുന്നു. ഇപ്പൊ തന്നെ ക്രൈസ്തവ ജനവിഭാഗവുമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് RSSന്റെ സർസംഘചാലകനായിരുന്ന KS സുദർശൻജി അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നിരുന്നു. അവരുമായിട്ട് പല ചർച്ചകളിൽ ഇപ്പൊ ഞാനടക്കം പല ചർച്ചകൾക്കും നമ്മൾ പോലും അക്കാര്യങ്ങൾ താല്പര്യം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളൊക്കെ ആയിട്ട് ഇത്തരത്തിൽ ചർച്ചകൾ ഒരു സമൂഹത്തിന്റെ നല്ല മുന്നോട്ട് പോക്കിന് സഹായകരമായിരിക്കും എന്നാണ് ഞാൻ അടക്കം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഇത് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ BJPക്ക് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുന്ന ഒരു നീക്കം കൂടിയാണ്. അങ്ങനെയെങ്കിൽ RSS നേരിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതുണ്ടാവുക. അങ്ങനെ BJPക്ക് ഒരു രാഷ്ട്രീയപരമായ ഗുണം ഉണ്ടാവട്ടെ എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇവിടെ RSS അങ്ങനെ ശ്രമം നടത്തുന്നതിന്റെ കാരണം? ഇപ്പോൾ ഈ ക്രൈസ്തവ അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല. കാരണം BJPക്ക് നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പണിക്ക് BJP നേതൃത്വത്തിന് അറിയാം. അവർ ആ തരത്തിൽ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. RSS 15-20 കൊല്ലക്കാലങ്ങൾക്ക് മുമ്പായിട്ട് ചർച്ച നടന്ന സമയത്ത് കേരളത്തിൽ BJPക്ക് ഇത്ര ശക്തിയില്ലല്ലോ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇത്ര ശക്തിയില്ലല്ലോ. BJPക്ക് ശക്തിയില്ലാതിരുന്ന മൻമോഹൻ സിംഗും മറ്റുള്ളവരും നരസിംഹറാവും ഒക്കെ തന്നെ ഭരിച്ചിരുന്ന കാലത്ത് പോലും ക്രൈസ്തവ ഇസ്ലാമിക ജനവിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധം വേണമെന്ന് RSS തീരുമാനിച്ചതിന്റെ കാരണം ഒരു ഭരണവും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതൊരു രാഷ്ട്രത്തിന്റെ പ്രശ്നമാണ്. ഒരു രാജ്യത്തിലെ ജനങ്ങള് അവരുടെ ശാന്തിയും സമാധാനവും പുലർത്തണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒന്നിച്ചുള്ള പോക്ക് അനിവാര്യമാണെന്നുള്ള തോന്നലുണ്ട്. ഈ തോന്നൽ സംഘത്തിനുണ്ടായിരുന്നതിന്റെ പേരിലാണ് ഇത്തരം ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. അതിന് നിരവധി ആളുകൾ ഇക്കാര്യത്തില് വലിയ പങ്ക് വഹിച്ചില്ല. ഇപ്പൊ കേരളത്തിലടക്കം വളരെ പ്രധാനപ്പെട്ട പല ആളുകളും ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റിക്കാണാൻ സാധിക്കില്ല. ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ആ തരത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള തന്നെയാണ്. മറിച്ച് അടിസ്ഥാനപരമായിരിക്കുന്ന ക്രൈസ്തവ ജനവിഭാഗങ്ങളിലെ ചില ആളുകൾ നടത്തുന്ന മതപരിവർത്തന ശ്രമങ്ങൾ തെറ്റാണെന്ന് പറയുന്നതിന് മടിയില്ല. കാര്യത്തില് അത് തെറ്റ് തന്നെയാണ്. ആളുകളെ ഈ സോപ്പും ജീപ്പും കണ്ണാടിയും കൊടുത്തിരുന്ന് മതപരിവർത്തനം നടത്തേണ്ട ആവശ്യമില്ല. മതപരിവർത്തനം തെറ്റാണ്. അതേ സമയത്ത് മതപരിവർത്തനം നടത്താതെ കണ്ട് ശാന്തമായിട്ട് സമാധാനപരമായിട്ടുള്ള ഒരു മതപ്രചരണം ആര് നടത്തുന്നതും തെറ്റല്ല എന്നുള്ളത് തന്നെയാണ് സംഘത്തിന്റെ സമീപനം. ഈ ഇതര രാഷ്ട്രീയ പാർട്ടികളുമായുള്ള സഹകരണം
അല്ലെങ്കിൽ അവരുമായുള്ള വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകളും സാധ്യതകളും അത് മുൻകാലങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? സംഘം ഈ RSS ഈ വിഷയത്തിൽ നമുക്കറിയാം ഇടതു നേതാക്കളുമായൊക്കെ ഈ കണ്ണൂർ സംഘർഷകാലത്തടക്കം ചില ചർച്ചകൾ നടത്തിയതായി കേൾക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ മറ്റേതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടാണ് നടന്നിരിക്കുന്നത്? അല്ല, ആ തരത്തിൽ ചർച്ചയിൽ കേരളത്തിൽ മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാം, ഞാനൊക്കെ തന്നെ വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നടത്തിയിട്ടുള്ള ചർച്ചയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യരും T ചന്ദ്രശേഖരനും അടങ്ങുന്ന ആളുകളുണ്ടായിട്ടുള്ള ചർച്ച. ഏകദേശം ഒരു 30 കൊല്ലത്തിന് മുമ്പായിട്ടാ ഈ ചർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തിട്ടുണ്ട്. ഇത് സമാനമായ രീതിയിൽ ശാന്തി സമാധാനവും പുലർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസുകാരുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട്. കാരണം RSSന്റെ പ്രവർത്തനം കേവല രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, മറിച്ച് RSSന്റെ പ്രവർത്തനത്തെ സുഗമമായിട്ട് നടത്തിപ്പിന് വേണ്ടിയിട്ട് എതിർക്കാത്ത എല്ലാവരുമായിട്ട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് സംഘത്തിന്റെ സമീപനം. അതാണ് ഇപ്പൊ നേരത്തെ തന്നെ ജയനന്ദകുമാർജി സൂചിപ്പിച്ച NSUവിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുന്ന 30,000 പേരെ അവർ പ്രതീക്ഷിച്ചത്. 42,000 പേരാണ് അവർ വന്നത്. ഈ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കിട്ടാൻ നിവൃത്തിയില്ലാണ്ട് വന്ന സമയത്ത് പരസ്പര സംഘർഷം ഉണ്ടായി. ഒറീസക്കാരൻ പഞ്ചാബികളെ അടിച്ചു, പഞ്ചാബികൾ ബംഗാളികളെ അടിച്ചു, ബംഗാളികൾ മഹാരാഷ്ട്രക്കാരെ അടിച്ചു, മഹാരാഷ്ട്രക്കാരെ പൂനെക്കാരെ അടിച്ചു. ഇതിന്റെ കൃത്യമായുള്ള ചിത്രം അന്ന് ഇന്ത്യ ടുഡേ അതിന്റെ വലിയ ചിത്രമടക്കം കൊടുത്തിരുന്നു. ആ സമയത്ത് സംഘത്തിന്റെ നിലപാട് ഈ തരത്തിൽ കോൺഗ്രസിനെ തള്ളിപ്പറയാന്നുള്ളതായിരുന്നില്ല, മറിച്ച് അവിടെ എത്തിച്ചേർന്നിരുന്ന യുവാക്കളായിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തില് രാഷ്ട്രീയം നോക്കാതെ കണ്ട് ഇക്കാര്യത്തിൽ സഹകരിക്കണം, അവരുടെ ആവശ്യം അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു സംഘത്തിന്റെ നിലപാട്. ശരി, വളരെ നന്ദി നന്ദകുമാർ. K. അനിൽകുമാർ.